ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോളവും അർദ്ധഗോളവും, സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ. അപ്പോൾ അതിൽ ഇതിൻ്റെ ഫോർമുലയുണ്ട്. അപ്പോൾ ഫോർമുല ബൈഹാർട്ട് ആക്കുക, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ. അപ്പോൾ സ്ഫിയറിൽ വരുന്നത് ഗോളത്തിൽ വരുന്നത് ഇതിൻ്റെ സർഫസ് ഏരിയയാണ്. സർഫസ് ഏരിയ 4πr², ഉപരിതല പരപ്പളവ്. പിന്നെ ഇതിൻ്റെ വ്യാപ്തമാണ് 4/3πr³. ഓക്കെ. ഇതിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇതിനെ CSA, കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് എന്നുകൂടി നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവോ വക്രതല പരപ്പളവോ ചോദിച്ചു കഴിഞ്ഞാൽ 4πr² ആണ്. വോളിയം 4/3, വ്യാപ്തം 4/3πr³ ആണ്. ഇനി ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ അർദ്ധഗോളം എന്ന് പറയുന്നത്. അർദ്ധഗോളം ഈ രൂപത്തിലാണ്. ഇവിടെ 2 ഫിഗർ കാണാൻ പറ്റും. അതിൽ അർദ്ധഗോളത്തിൻ്റെ ആരം 6 ആയാൽ ഇതിൻ്റെ ലാറ്ററൽ എന്ന് നമ്മൾ പറയത്തില്ല, ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ. കർവ്ഡ് സർഫസ് ഏരിയ, അതായത് CSA നമ്മുടെ ഗോളത്തിൻ്റെത് 4πr² ആണെങ്കിൽ ഇവിടെ അതിൻ്റെ നേർ പകുതിയാണ്, 2πr² വരും. ഇനി ബേസ് ഏരിയ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് പാദത്തിൻ്റെ പരപ്പളവ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2πr² 1πr² കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഉപരിതല പരപ്പളവ് 3πr² ആണ്. വ്യാപ്തം അവിടെ 4/3πr³ ആണ് ഗോളത്തിൻ്റെ എങ്കിൽ ഇവിടെ അതിൻ്റെ പകുതിയാവും 2/3πr³. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, വക്രതല പരപ്പളവ് ഇതിൻ്റെ നേർ പകുതിയായിട്ടുള്ളത്. ഓക്കെ. സ്ഫിയറിൻ്റെ നേർ പകുതിയായിട്ടുള്ളത് 2πr² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതും പിന്നെ പാദത്തിൻ്റെ പരപ്പളവ് കൂടി വരും. ഈ കർവ്ഡ് ഭാഗത്തിൻ്റെതും വക്രതലത്തിൻ്റെയും പാദത്തിൻ്റെയും കൂടി ആകുമ്പോഴാണ് 3πr² വരുന്നത്. വ്യാപ്തം 2/3πr³ ആണ്. ഓക്കെ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ചോദ്യത്തിൽ ദ സർഫസ് ഏരിയ, ഇതിലെ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 120 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ. അപ്പോൾ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ സമം 120 എന്ന് എഴുതുക. 4πr² ആണ് സർഫസ് ഏരിയ. നമുക്ക് ഇതിൻ്റെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 120 ആണ്. ഉപരിതല പരപ്പളവ് ഈസ് ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സർഫസ് ഏരിയ തന്നിട്ടുള്ളതുകൊണ്ട് സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എഴുതുക. 4πr² സമം 120 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ 4πr² 120 ആകുമ്പോൾ πr² വാല്യൂ 120/4 എന്ന് കിട്ടും, 30 എന്ന് കിട്ടും. 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ അർദ്ധഗോളങ്ങളാക്കിയാൽ ഓരോന്നിൻ്റെയും ഉപരിതല പരപ്പളവ്, അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ്, അർദ്ധഗോളത്തിൻ്റെ ടോട്ടൽ TSA ഓഫ് ഹെമിസ്ഫിയർ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് എഴുതണം. അതെത്രയാണ്? 3πr² ആണ്. ഓക്കെ. അപ്പോൾ 3 × πr² വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 30 എന്ന്. അപ്പോൾ 3 × 30 90 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. The volume of 2 spheres are in the ratio 27:64. What is the ratio of their radii and the ratio of their surface area? 2 ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 27:64 ആണ്. അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യത്തിൽ നമ്മൾ ആദ്യത്തെ സ്ഫിയർ, ആദ്യത്തെ ഗോളവും രണ്ടാമത്തെ ഗോളവും, ഫസ്റ്റ് സ്ഫിയറും സെക്കൻഡ് സ്ഫിയറും, ഒന്നാമത്തെ ഗോളം ഫസ്റ്റ് സ്ഫിയർ, അതേപോലെ രണ്ടാമത്തെ ഗോളം സെക്കൻഡ് സ്ഫിയർ ആണ്. ഓക്കെ. ഇതിൻ്റെ റേഡിയസ്, ആരം R1ഉം ഇതിൻ്റെ R2 ആണ്. എന്താണ് റേഡിയസ്? നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാണ്. ഇനി ഇതിൻ്റെ വ്യാപ്തം നമുക്ക് എഴുതാം. ഇത് V1 ആണ്, ഇത് V2 ആണ്. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ സർഫസ് ഏരിയ ആണ്. ആ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് നമുക്ക് വേണമെങ്കിൽ
ഏരിയ എന്ന് കാണിക്കാൻ വേണമെങ്കിൽ A1 ഇവിടെ A2 എന്നും വിളിക്കാം, അല്ലെങ്കിൽ S1 സർഫസ് എന്ന് കാണിക്കാൻ S1 എന്ന് S2 എന്ന് എന്താണോ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഈ V1 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഫിയർ ആയതുകൊണ്ട് വ്യാപ്തം എന്ന് പറയുന്നത് 4/3 പൈ R1 ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ ആരം R1 ആണ്. ഇവിടെ ആണെങ്കിൽ 4/3 പൈ R2 ക്യൂബ് എന്ന് കിട്ടും. രണ്ടാമത്തെ ആരം R2 ആണ്. ഇനി V1 ഈസ്റ്റ് V2 എന്ന് പറയുന്നത് 27:64 ആണ്. അത് നമുക്ക് എഴുതാം. V1 ഈസ്റ്റ് V2 സമം 27:64. അങ്ങനെയാണെങ്കിൽ V1 ബൈ V2 എന്ന് പറയുന്നത് 27/64 എന്നാവും. ഇനി V1-ൻ്റെ വില ഇവിടെ എഴുതണം. 4/3 പൈ R1 ക്യൂബ് എന്ന് എഴുതണം. 4/3 പൈ R1 ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ R2-ൻ്റെ ക്യൂബ് സമം 27-ന് 3-ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. താഴെ 64 4-ൻ്റെ ക്യൂബാണ്. 3 × 3 × 3 27 ആണ്. 4 × 4 × 4 64 ആണ്. അതുകൊണ്ടാണ് 4-ൻ്റെ ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത്. 4/3 പൈ ക്യാൻസൽ ആവും. അപ്പോൾ R1 ക്യൂബ് ബൈ R2 ക്യൂബ് എന്നാണ്. ഇത് നമുക്ക് R1/R2 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. മേളിലും താഴെ പ്രത്യേകം ക്യൂബ് എന്ന് കൊടുക്കാം. ഇതിനെ 3/4 ദ ഹോൾ ക്യൂബ് എന്ന് ഇടാം. മേളിലും മേളിലും ക്യൂബാണ്, താഴെയും ക്യൂബാണ്. ന്യൂമറേറ്ററിലും പവർ 3 ആണ്, ഡിനോമിനേറ്ററിലും. അങ്ങനെയാണെങ്കിൽ R1/R2 ദ ഹോൾ ക്യൂബ് 3/4 ദ ഹോൾ ക്യൂബ് ആയാൽ, അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. Therefore R1 ഈസ്റ്റ് R2 എന്ന് പറയുന്നത് 3:4 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആയി അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് കിട്ടും. രണ്ടാമത്തത് അവയുടെ ഉപരിതല പരപ്പുകളുടെ അംശം A1/A2 ആണ് കാണേണ്ടത്. A1/A2 സമം A1 എന്ന് പറയുന്നത് ഉപരിതല പരപ്പളവ് 4 പൈ R1 സ്ക്വയറും ഇവിടെ 4 പൈ R2 സ്ക്വയറും ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 4 പൈ R1 സ്ക്വയർ ബൈ 4 പൈ R2 സ്ക്വയർ. 4 പൈ ക്യാൻസൽ ആവും. ഈസ് ഈക്വൽ ടു ഇതിനെ R1/R2, ഇവിടെ സ്ക്വയർ ആണ് മേളിലും താഴെയും, അങ്ങനെ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി R1/R2-ൻ്റെ വില 3/4 എന്നാണ്. അപ്പോൾ 3/4 ദ ഹോൾ സ്ക്വയർ എന്നാവും. അപ്പോൾ 9/16 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ therefore A1 ഈസ്റ്റ് A2 എന്ന് കിട്ടും. 9:16 എന്ന് കിട്ടും. ഓക്കെ, the base radius and length of metal cylinder are 4 cm and 10 cm. If it is melted and recast into spheres of radius 2 cm each, how many spheres can be made? ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ നീളം 10 സെന്റിമീറ്ററും ആരം 4 സെന്റിമീറ്ററുമാണ്. വൃത്തസ്തംഭത്തിന്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ ഉയരമാണ്. H is equal to 10 സെന്റിമീറ്റർ. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ. ഇനി ഇത് ഉരുക്കിയിട്ട് പിന്നെ സ്ഫിയർ ആക്കുന്നു എന്നാണ്. സ്ഫിയർ ഗോളമാക്കുന്നു. അങ്ങനെ ഗോളമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആരം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു രൂപം ഉരുക്കി മറ്റൊരു രൂപമാക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വ്യാപ്തം കാണുക എന്നുള്ളതാണ്. വ്യാപ്തം πr²h ആണ് സിലിണ്ടർ ആവുമ്പോൾ. ദറ്റ് ഈസ് പൈ ഇൻറ്റു ഇവിടുത്തെ ആരം 4 × 4 × ഹൈറ്റ് 10 ആണ്. 4 × 4 16 × 10 160 പൈ എന്ന് കിട്ടും, സെന്റിമീറ്റർ ക്യൂബ്. സ്ഫിയറിൻ്റെ വോളിയം കാണുക. വ്യാപ്തം കാണുന്നത് 4/3 പൈ r ക്യൂബ് എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആരം 2 × 2 × 2 എന്നാണ്. അപ്പോൾ ഇത് 2 × 2 4, 4 × 2 8, 8 × 4 32 π/3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സ്ഫിയർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കാമെന്നാണ്. ഇവിടെ വലുതെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വോളിയത്തെ വലിയ സിലിണ്ടറാണ്, അതിനെ ചെറിയ സ്ഫിയറുകളാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഗോളങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് കാണുന്നത് വലുതിൻ്റെ വ്യാപ്തം ഡിവൈഡ് ബൈ ചെറുതിൻ്റെ വ്യാപ്തം. എന്താണ് 160 പൈ ഡിവൈഡ് ബൈ 32 π/3 എന്ന് കിട്ടും. ഈ പൈ ക്യാൻസൽ ആവും. അപ്പോൾ 160-നെ 3/32 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 5 പ്രാവശ്യമാണ്. ഓക്കെ, 32-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 5 പ്രാവശ്യമാണ്. കാരണം 32 × 5 ആണ്. 2 10 160 വരും. അപ്പോൾ 5 × 3
5 × 3 സമം 15 എണ്ണം. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോളങ്ങളുടെ എണ്ണം 15 കിട്ടും. അപ്പോൾ ഇത് ഒരു രൂപം ഉരുക്കി മറ്റൊരു രൂപമാക്കി മാറ്റുന്ന എല്ലാ ചോദ്യത്തിലും അതിൻ്റെ വ്യാപ്തം തുല്യമായിരിക്കും എന്നെടുക്കാം. ഇവിടെ വ്യാപ്തം എന്ന് പറയുന്നത് വലുതിൻ്റെ വ്യാപ്തം കൂടുതലും ചെറുതിൻ്റെ വ്യാപ്തം കുറവുമാണ്. അവ എണ്ണം കാണുന്നതിന് വലുതിൻ്റെ വ്യാപ്തത്തെ ചെറുതിൻ്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 4ാമത്തെ ചോദ്യം. എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 12 cm ഈസ് മെൽറ്റഡ്. വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത ചോദ്യം പോലെ റീകാസ്റ്റ് ഇൻറ്റു 27 സ്മോൾ സ്ഫിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ എ മെറ്റൽ സ്ഫിയർ, ലോഹഗോളം, മെറ്റൽ സ്ഫിയർ ലോഹഗോളത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 12 cm ആരം എന്നാണ്. r = 12 cm. അങ്ങനെയാണെങ്കിൽ വോളിയം നമുക്ക് കാണാം 4/3 πr³ ആണ്. 4/3 π × ആരം 12 × 12 × 12. ഒരു 3ഉം 12ഉമായിട്ട് ക്യാൻസൽ ആകുമ്പോൾ 4 കിട്ടും. 4 × 4 16. ഓക്കെ, 12 × 12 144. മൾട്ടിപ്ലൈ നോക്കാം. 144നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ആകാം. 4 റിമൈൻഡർ 2 ആണ്. 24ഉം 2ഉം 26, 8, 4, 4, 1 എത്ര കിട്ടും? 4, 0, 2, 3, 0, 4 എന്ന് കിട്ടും. അത്രയും പൈ എന്നാണ്. 2304 പൈ cm³ ആണ് മെറ്റൽ സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ലോഹഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി ചെറിയ ഗോളങ്ങൾ 27 എണ്ണം ഉണ്ടാക്കുന്ന. ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു സ്മോൾ സ്ഫിയർ, ചെറിയ ഗോളം, സ്മോൾ സ്ഫിയർ, അതിൻ്റെ ആരം 6 ആണ്. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം തുല്യമാണ് എന്നാണ് ഞാൻ നേരത്തെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യത്തിലെല്ലാം വ്യാപ്തം തുല്യമാണെന്നുള്ളതാണ്. ഈ മെറ്റൽ സ്ഫിയർ ഉരുക്കി 27 ചെറിയ ഗോളം, ഇതൊരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തമാണ്. അങ്ങനെ 27 ഉണ്ടാക്കിയാൽ ഈ 27 വ്യാപ്തവും ഈ മെറ്റൽ സ്ഫിയറിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. വോളിയം ഓഫ് മെറ്റൽ സ്ഫിയർ, വോളിയം ഓഫ് മെറ്റൽ സ്ഫിയർ ഈസ് ഈക്വൽ ടു 27 × വോളിയം ഓഫ് സ്മോളർ സ്ഫിയർ. 27 ചെറിയ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് മെറ്റൽ സ്ഫിയറിൻ്റെ വോളിയത്തിനോട് സെയിം ആയിരിക്കും. ഓക്കെ, ലോഹഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 27 ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തത്തിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. 2304 പൈ, ദാറ്റ് ഈസ് 2304 പൈ സമം 27 × ഇവിടെ 4/3 πr³ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പൈ രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ആവും. 3ഉം 27 ആവുമ്പോൾ അല്ലേ 9 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 9 × 4 36 r³ എന്നാണ്. 2304 സമം 36 r³ എന്നാണ്. അങ്ങനെയെങ്കിൽ r³ വാല്യൂ കാണാൻ 2304 ഡിവൈഡഡ് ബൈ 36. 2304നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2304 ഡിവൈഡഡ് ബൈ 36. 23 അടങ്ങില്ല. 230 എത്ര പ്രാവശ്യമുണ്ട്? 230 3 പ്രാവശ്യം, 4, 5 അല്ലേ? 6 പ്രാവശ്യം ഇല്ല. 5 പ്രാവശ്യമാകുമ്പോൾ എത്ര വരും? 6 പ്രാവശ്യമാവും അല്ലേ? 6, 36, 216 വരും. ശരി, അപ്പോൾ 4, 1, 144, 64 എന്ന് കിട്ടും. 144. അപ്പോൾ r³ സമം 64 ആണ്. ദാറ്റ് ഈസ് r³ സമം 64 നമുക്ക് 4ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. 4 × 4 × 4 എന്നാണ്. ദെയർഫോർ ആരം സമം 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ചെറിയ സ്ഫിയറിൻ്റെ ആരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം നോക്കുക. ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 cm, എ കോൺ ഓഫ് ഹൈറ്റ് 16 cm ഈസ് കാർവ്ഡ് ഔട്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ് ദ വോളിയം ഓഫ് ദി കോൺ? 10 cm ആരമുള്ള കട്ടിയായ ഒരു ഗോളത്തിൽ നിന്ന്
16 സെൻറ്റിമീറ്റർ ഉയരവും പരമാവധി വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപിയെ വെട്ടിയെടുത്തു എന്നാണ്. ഈ ഫിഗർ നോക്കുക. ഒരു സ്ഫിയർ ഉണ്ട്. ഒരു കട്ടിയായ ഒരു ഗോളത്തിൽ നിന്ന് 16 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. ഈ കോണിൻ്റെ വൃത്തസ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഈ നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നമുക്ക് എന്തായാലും സ്ഫിയറിനൊരു കേന്ദ്രം ഉണ്ടാവും. ഓക്കെ, ഒരു കേന്ദ്രം ഉണ്ടാവും. ആ കേന്ദ്രത്തിന് നമുക്ക് O എന്ന് വിളിച്ചാൽ ഇത് ഈ വൃത്തസ്തൂപികയുടെ ആരം ആണ്. 16 സെൻറ്റിമീറ്റർ ഉയരവും പരമാവധി വലുപ്പവുമുള്ള ഒരു വൃത്തസ്തൂപി വെട്ടിയെടുത്തു. സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും 10 സെൻറ്റിമീറ്റർ ആരമാണ്. അപ്പോൾ നമുക്കിത് A എന്ന് പേര് കൊടുക്കാം. O മുതൽ A വരെ 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ O മുതൽ B വരെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് മുഴുവൻ 16 ആയതുകൊണ്ട് ഇത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി OAB ഇത് C എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ നീളം എന്ന് പറയുന്നതും ആരം തന്നെയാണ്. അതും എത്ര തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് BC കാണാം. ഓക്കെ, BC കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോണിൻ്റെ, അതായത് ഈ വൃത്തസ്തൂപികയുടെ ആരം നമുക്ക് കിട്ടും. വൃത്തസ്തൂപികയുടെ ആരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യാപ്തം കാണാം. ഇതിൻ്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു ഗോളത്തിൽ നിന്ന് 16 സെൻറ്റിമീറ്റർ ഉയരവും പരമാവധി വലുപ്പമുള്ള ഒരു വൃത്തസ്തൂപി വെട്ടിയെടുത്തു. സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ്. അപ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തം കാണണം നമുക്ക്. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം നമുക്ക് കാണാം. വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു, ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³ ആണ്. 4/3 π ഇൻറ്റു ഇവിടുത്തെ ആരം 10 ആണ്. ഗോളത്തിൻ്റെ ആരം 10 ആണ്. അപ്പോൾ ഇത് 4000 π/3 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നിട്ട് 4ഉം 10നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 1000 ആണ്. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4000 π/3 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ, അതായത് ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്നതിന് അതിൻ്റെ ആരം BC അറിയണം. ഓക്കെ, ഈ BC എന്ന് പറയുന്നതാണ് ആരം എന്ന് പറയുന്നത്. BC എന്ന് പറയുന്നതാണ്. അപ്പോൾ വൃത്തസ്തൂപിക എടുക്കുകയാണ്. വൃത്തസ്തൂപിക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഈ മട്ടത്രികോണം OBCയിൽ ഇൻ ട്രയാങ്കിൾ OBC BC കാണാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്നും 6 സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പോൾ 100 - 36, അപ്പോൾ റൂട്ടിനകത്ത് 64 വരും, 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദെയർഫോർ R = 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് കോൺ കാണാം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം സമം 1/3 πr² എന്നാണ്. ഓക്കെ, അപ്പോൾ 1/3 π ഇൻറ്റു ആരം 8 ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് 16 ആണ്. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു 8 64 ഇൻറ്റു 16, 64 ഇൻറ്റു 16 ആകുമ്പോൾ 64 24 36 2 38 4 6 4 2 1024 1024/3 π സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. എത്ര ഭാഗമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഹരിച്ചു നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഹരിച്ചു നോക്കുമ്പോൾ സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് കിട്ടി 1024/3 π ആണ്. അപ്പോൾ തമ്മിൽ ഹരിച്ചു നോക്കാം നമുക്ക്. 1024 π/3, therefore 1024 π/3 divided by 4000 π/3 സമം 1024 π/3 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലാക്കി മൾട്ടിപ്പിൾ 3/4000 π എന്നാണ്. പൈ ക്യാൻസൽ ആവും.
മൂന്നും മൂന്നും ക്യാൻസൽ ആവും. 1024/4000 എന്നാണ്. എത്ര വരും? 1024 4000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1000 വരും. മുകളിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1024 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 1024 നമുക്ക് അടുത്ത ഒരു പേജ് എടുത്തിട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 1024 ഡിവൈഡഡ് ബൈ 4000. ഓക്കെ, 1024 ഡിവൈഡഡ് ബൈ 4000 ഇസ് ഈക്വൽ ടു 1024/4000 ഇസ് ഈക്വൽ ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം 8 22 5 20 2 24 6 256 വരും. 256 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പ്രാവശ്യം 6 4 24 4 × 4 16. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125 എന്ന് കിട്ടും അല്ലേ? 250 എന്നുണ്ട്. 250 × 4 ആണ് 1000. 250 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 32/125 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് നമ്മൾ ഇവിടെ എഴുതിയിരുന്നത് വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എന്താണ് സ്ഫിയർ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം ബൈ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 32/125 എന്ന് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ വൃത്തസ്തൂപികയുടെ വ്യാപ്തം വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 32/125 ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ 125ൽ 32 മടങ്ങാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ചിത്രത്തിൽ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉള്ളളവ് കാണുന്ന ചോദ്യത്തിലില്ല, നമുക്കിതിൻ്റെ വ്യാപ്തം കാണേണ്ട ചോദ്യമാണ്. അപ്പോൾ ഇതിൽ രണ്ട് അർദ്ധഗോളവും ഒരു സിലിണ്ടറുമാണ്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് പെട്രോൾ ടാങ്കിൻ്റെ വ്യാപ്തം സമം വോളിയം ഓഫ് പെട്രോൾ ടാങ്കിൻ്റെ വ്യാപ്തം പെട്രോൾ ടാങ്ക് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് 2 ഹെമിസ്ഫിയർ. 2 അർദ്ധഗോളങ്ങളാണ് രണ്ടറ്റത്തും. വോളിയം ഓഫ് 2 ഹെമിസ്ഫിയർ, 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം. വോളിയം ഓഫ് 2 ഹെമിസ്ഫിയർ, 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആരം, അർദ്ധഗോളത്തിൻ്റെ ആരം 1 മീറ്ററാണ്. അപ്പോൾ 2 ഇൻറ്റു ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം, 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തമാണ്. അപ്പോൾ 2 ഇൻറ്റു അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം 2/3 πr³. ഇവിടെ ആരം 1 ആണ്. 1 × 1 × 1. ഓക്കെ, അപ്പോൾ ഈ 2 കാണിക്കുന്നത് 2 അർദ്ധഗോളങ്ങളുടെ വ്യാപ്തത്തെയാണ്. അപ്പോൾ 2 ഇൻറ്റു ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം 2/3 πr³. വോളിയം ഓഫ് സിലിണ്ടർ π ഇൻറ്റു π, ആരം 1 തന്നെയാണ്. ആരം r² πr² ഇൻറ്റു ഹൈറ്റ് വേണം. ഓക്കെ, ഹൈറ്റ് കിട്ടുന്നതിനാണ് ഇവിടെ മുഴുവൻ 6 മീറ്ററാണ്. 6 മീറ്റർ ആവുമ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഭാഗത്ത് ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഭാഗത്തെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് 1 മീറ്ററാണ്, ഇവിടെയും 1 മീറ്ററാണ്. ഈ ഒരു ഒന്നും 2 എണ്ണം കളഞ്ഞാൽ 6-നകത്ത് നിന്ന് 2 കളഞ്ഞാൽ 4 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ആ 4 മീറ്റർ അവിടെ കൊടുക്കുക, 4. ഓക്കെ,
ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 പൈ 4 പൈ ബൈ 3. ഇവിടെ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഒന്ന് തന്നെയാണ്. പ്ലസ് ഇവിടെ ഗുണിക്കുമ്പോൾ 4 ഇൻറ്റു പൈ 4 പൈ എന്ന് കിട്ടും. ഇത് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് ഗുണിച്ചാൽ ഇസ് ഈക്വൽ ടു 4 പൈ പ്ലസ് ഇത് 12 പൈ എന്നാവും. 12 പൈ ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 16 പൈ ബൈ 3 മീറ്റർ ക്യൂബ് എന്നാണ്. ഇതെല്ലാം മീറ്ററിലാണ്, മീറ്റർ ക്യൂബാണ്. ഉള്ളളവ് ലിറ്ററിലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ പൈ കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 3.14 ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇസ് ഈക്വൽ ടു 16നെ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 314 ഇൻറ്റു 16 4 24, റിമൈൻഡർ 2 ആണ്. 6 + 2 8 ആവും, 18 ആവും. 4 1 3 4 12 9 10 0 1 5 5024. 2 സ്ഥാനം മാറ്റുമ്പോൾ 50.24 ആണ്. അപ്പോൾ ഇത് 50.24 ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തെ 50.24നെ 3 കൊണ്ട് ഹരിക്കുക. 1 പ്രാവശ്യം 3 20, 6 പ്രാവശ്യം 18, 2 അടുത്ത 2 ഇറക്കി എഴുതി, പോയിന്റ് ഇട്ടു. 22ൽ 7 പ്രാവശ്യം 21, 1 4, 4 പ്രാവശ്യം 12, 16.74 മീറ്റർ ക്യൂബ് എന്നാണ്. അപ്പോൾ ലിറ്ററിലാക്കാൻ 1000 കൊണ്ട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 16.74 ഇൻറ്റു 1000 ലിറ്റർ. മീറ്റർ ക്യൂബിനെ ലിറ്ററാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെത്ര വരും? 16 1 2 പിന്നെ 2 0 കൂടി ചേർക്കുക. 7 4 പിന്നൊരു 2 0. ഓക്കെ, ഇത്രയും ലിറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ ഈ റിമൈൻഡർ 2 ഇട്ടിട്ട് റിമൈൻഡർ 2 കൊടുത്ത് 20 ആക്കി, 6 3 18, റിമൈൻഡർ 2 20, അങ്ങനെ 16.7466 എന്ന് പറഞ്ഞാൽ വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇത്രയും ലിറ്റർ എന്ന് കിട്ടും. ഇനി അതല്ലാത്ത രീതി ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറയാം. എന്താണ് ഉത്തരം കിട്ടുന്നത്? 16.7466 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 2 സ്ഥാനത്തിനുകൂടി ശരിയാക്കിയാൽ 6 7 എന്ന് എടുത്തു കഴിഞ്ഞാൽ 16.7467 എന്നെടുത്താൽ ഇൻറ്റു 1000 ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഒരു 67ൻ്റെ വ്യത്യാസം വരും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. എ സോളിഡ് സ്ഫിയർ ഈസ് കട്ട് ഇൻറ്റു 2 ഹെമിസ്ഫിയർ. From one a square pyramid is formed and from the other a cone. Each of maximum possible size are carved out. What is the ratio of their volume? കട്ടിയായ ഒരു ഗോളം 2 അർദ്ധഗോളങ്ങളാക്കി മുറിക്കുന്നു. ഒന്നിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള ഒരു സമചതുര സ്തൂപികയും മറ്റൊന്നിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപികയും മുറിച്ചെടുക്കുന്നു. ഇവയുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എന്താണ്? ചിത്രം നോക്കുക. ആദ്യത്തെ ഒരു അർദ്ധഗോളത്തിൽ ഒരു വൃത്തസ്തൂപിക, ഒന്നിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള സമചതുര സ്തൂപികയും മറ്റൊന്നിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപികയും മുറിച്ചെടുക്കുന്നു. അപ്പോൾ ഈ സമചതുര സ്തൂപിക നോക്കുക. ആദ്യത്തെ അർദ്ധഗോളമാണ്. ഒരു അർദ്ധഗോളം രണ്ടാക്കുന്നു. അതിലൊരു അർദ്ധഗോളത്തിൽ നിന്ന് സമചതുര സ്തൂപിക കട്ടിയാണ്. ഇതിൻ്റെ ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് സമചതുര സ്തൂപികയുടെ പാദത്തിൻ്റെ വികർണമാണ്. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ പാദം, സമചതുര സ്തൂപികയുടെ എന്തായാലും പാദം എന്ന് പറയുന്നത് സമചതുരമായിരിക്കും. ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത്, അത് 2r, ഇതിൻ്റെ ആരം സ്മോൾ ലെറ്റർ r, വൃത്തത്തിൻ്റെ ആരം സ്മോൾ ലെറ്റർ r ആയിട്ട് എടുത്താൽ വ്യാസം 2r ആണ്. ആ വ്യാസം d-നോട് തുല്യമാണ്. ഈ 2r എന്ന് പറയുന്നത് ബേസിൻ്റെ ഡയഗണലാണ്.
ഇപ്പോൾ ഞാനിങ്ങനെ സ്ക്വയർ ആകൃതിയിൽ വരച്ചാൽ, ബേസ് ഇതേപോലെ സ്ക്വയർ ആകൃതിയിൽ വരച്ചാൽ ഈ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് 2r. ഈ നീളം AB എന്ന് പറയുന്ന നീളമാണ് 2r. ഓക്കെ, AB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയഗണൽ. ഈ ഡയഗണൽ നമുക്ക് ഇതിൻ്റെ വ്യാപ്തം കാണുന്നതിന് 1/3a² വെച്ചാണ്. ഈ സ്മോൾ ലെറ്റർ എ കാണണം, ഈ എ കാണണം. ഓക്കെ, ഇത് D ആണെന്ന് എടുത്താൽ, ഇതും എ തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ സമയത്തിന് സ്തൂപിയെ പറഞ്ഞ സമയത്ത് കണ്ടതാണ്, a² + a² എന്ന് പറയുന്നത് d² ആവും, 2a² എന്ന് പറയുന്നത് d² ആവും. ഓക്കെ, 2a² എന്ന് പറയുന്നത് d² ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ എ എന്ന് പറയുന്നത്, ഡയഗണലിൻ്റെ നീളം തന്നു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് d²നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, a² കിട്ടും. ഓക്കെ, അപ്പോൾ പാദത്തിൻ്റെ വികരണം തന്നാൽ ഈ പാദത്തിൻ്റെ ഒരു വശത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് ഡയഗണലിൻ്റെ സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 2r, ഇവിടുത്തെ ഡയഗണൽ എന്ന് പറയുന്നത് ആരത്തിൻ്റെ, ഇത് ആരാണ്, ഇത് ആരം ആണ്, ഇതും ആരമാണ്, 2r ആണ്. അപ്പോൾ d = 2r ആണ്, d = 2r ആണ്. അപ്പോൾ a² എന്ന് പറയുന്നത് 2r² ബൈ 2 എന്ന് കിട്ടും. 2ൻ്റെ സ്ക്വയർ 4, r² ബൈ 2 ആണ്. അപ്പോൾ 2r² എന്ന് കിട്ടും. Therefore, വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപികയുടെ വ്യാപ്തം, സമചതുര സ്തൂപികയുടെ വ്യാപ്തം കാണുന്നത് സ്ക്വയർ പിരമിഡ് ഈസ് ഈക്വൽ ടു 1/3a² എന്നാണ്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു a² എന്ന് പറയുന്നത് 2r² ആണ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നതും ആരം തന്നെയാണ്. ഇവിടുത്തെ ഈ ഹൈറ്റ്, ഈ നീളം എന്ന് പറയുന്നതും ആരം തന്നെയാണ്. അപ്പോൾ r എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2/3 r³ എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 2/3 r³ എന്ന് കിട്ടും. ഓക്കെ, ഇനി വൃത്തസ്തൂപികയുടെ കാര്യത്തിലേക്ക് വരാം. വൃത്തസ്തൂപികയുടെ കാര്യം വരുമ്പോൾ ഇവിടുത്തെ വ്യാപ്തം എന്ന് പറയുന്നത്, ഇവിടുത്തെ വോളിയം ഓഫ് കോൺ വൃത്തസ്തൂപികയുടെ വ്യാപ്തം സമം 1/3 πr² എന്നാണ്. ഇവിടുത്തെ ഹൈറ്റും ആറാണ്, ആരവും ആറാണ്. അപ്പോൾ എന്ത് കിട്ടും? 1/3 πr² ഇൻറ്റു r. അപ്പോൾ 1/3 πr³ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവയുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധമാണ്. വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ആദ്യത്തതിനെ v1 എന്ന് വിളിക്കാം, രണ്ടാമത്തതിനെ നമുക്ക് v2 എന്ന് വിളിക്കാം. ഇപ്പോൾ v1/v2 കണ്ടു നോക്കാം. വാട്ട് ഈസ് v1/v2? Therefore, വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം സമം ആദ്യത്തത് 2/3 r³ ഡിവൈഡഡ് ബൈ 1/3 πr³ എന്നാണ്. r³ ക്യാൻസൽ ആവും, മേളിൽ നിന്ന് താഴെ ഒരു 3 ഡിനോമിനേറ്റർ ഉണ്ട്, ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π എന്നാണ്. 2/π. Therefore, വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം v1:v2 ഈസ് ഈക്വൽ ടു 2:π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം തീരുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ പാഠഭാഗവുമായിട്ട്, അതായത് വൃത്തങ്ങളല്ല, ഗോളവും അർദ്ധഗോളവും എന്ന് പറയുന്ന സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ, ആ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് പ്രീവിയസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.